ഉപ്പാന്റെ ഉമ്മാന്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞാൽ മതി, നരക ഷുറാക്കാം. 70,000 മലക്കൾ നമുക്കെതിരെ വരക്കും. ബാക്കിയുള്ള തെറ്റൊക്കെ തെറ്റിന്റെ ശിക്ഷ പോസ്റ്റ്പോണ്ട് ആഹത്തിലേക്ക് ഇത് പോയിക്കൊണ്ട് ഇവിടെ തന്നെ കിട്ടും. അല്ല ആ വിഷയത്തിൽ ഒരു കൺസെഷനും കാണിക്കില്ല. അത് ഇവിടെ തന്നെ കിട്ടിത്തുടങ്ങും. ഹക്കീം ഇമാമിന്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വലിയൊരു ഹദീസ് പണ്ഡിതന്റെ ചരിത്രം ഹാഫിളുൽ ജൗസി തങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഉമ്മ വിളിച്ചത് എന്തോ ഉമ്മ വെച്ചിട്ട് ഉമ്മാന്റെ അടുത്ത് ഈ മഹാൻ പോയി ആവശ്യം നിർവഹിച്ചു കൊടുത്തു. തിരിച്ച റൂമിലെത്തുമ്പോൾ മഹാൻ ചിന്തിച്ചു, ഞാൻ നേരത്തെ ഉമ്മാക്ക് ഉത്തരം കൊടുത്തപ്പോ എന്തേന്ന് വെച്ചത് കുറച്ച് സൗണ്ട് കൂടിപ്പോയില്ലേ, അല്ലാ ഞാനിപ്പോ എന്താ ചെയ്യാം, എന്റെ അമല് പൊളിഞ്ഞു പോകും. പേടിച്ചു. ഉടനെ ആ മഹാൻ ടൗണിൽ പോയിട്ട് 2 വില പിടിപ്പുള്ള അടിമകളെ വാങ്ങിയിട്ട് ഇതൊക്കെ ചൊല്ലി മോചിപ്പിച്ചു. എന്നിട്ട് അള്ളാഹിനോട് വരുന്നു, ആ നേരത്തെ സൗണ്ട് കൂടിയേ പോയതിന്റെ പകരമായിട്ട് ഞാൻ 2 അടിമകളെ വാങ്ങി മോചിപ്പിച്ചിട്ടുണ്ട്, പൊരുത്തപ്പെടണേ അല്ലാ. നമ്മളെ എങ്ങനെ ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ ജീവിക്കേണ്ടതെന്ന് പഠിപ്പിച്ചു തരാണ് മഹാന്മാര്. അതാ മഹത്തുക്കളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ.